സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. യൂട്യൂബ് വീഡിയോസ് ചെയ്യുമ്പോൾ ടൈറ്റിൽ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ഏത് ഭാഷയിലാണത് കൊടുക്കേണ്ടത്, ഏത് ഭാഷയിൽ കൊടുക്കുന്നതാണ് ഉചിതം, തംബ്നെയിലിൻ്റെ ഭാഷ എന്തായിരിക്കണം, ടാഗ് എങ്ങനെയായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടൈറ്റിൽ നിർബന്ധമായും നിങ്ങളുടെ വീഡിയോയുടെ കൂടെ ഉൾപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ടൈറ്റിൽ വീഡിയോക്ക് ഏറ്റവും ഉചിതമായ ടൈറ്റിലായിരിക്കണം കൊടുക്കേണ്ടത്. അതിൽ കീവേഡ്സും അടങ്ങിയിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇംഗ്ലീഷിൽ ടൈറ്റിൽ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ശേഷം നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. വീഡിയോയെക്കുറിച്ചുള്ള വിവരണം വിശദമായി ഈ ഭാഗത്ത് പ്രതിപാദിക്കുക. അത് പാരഗ്രാഫ് 1-2 പാരഗ്രാഫായിട്ട് സെക്ഷൻ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും. 1-2 സെക്ഷനായിട്ട് ഭാഗങ്ങളാക്കി തിരിച്ചു കൊണ്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അത് പ്രത്യേകിച്ച് നിങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിൽ തന്നെ കൊടുക്കുന്നതാണ് ഏറ്റവും ഉചിതം. കാരണം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൻ്റെ ആൽഗോരിതത്തിന് തിരിയുന്ന ഭാഷ അത് ഇംഗ്ലീഷാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഇംഗ്ലീഷ് ഭാഷയിൽ കൊടുക്കുമ്പോൾ അത് കൂടുതൽ ആളുകളിലേക്ക് സജസ്റ്റ് ചെയ്യപ്പെടാൻ കാരണമാവും. അതുപോലെ തന്നെ നിങ്ങൾ അതിൽ ഉൾപ്പെടുത്തുക. ഇപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസ് അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്യുന്ന പ്രേക്ഷകർ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇത്തരം ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണ് ഈ വീഡിയോ ഉപകാരപ്പെടുക. അല്ലെങ്കിൽ ഈ ഭാഷയിൽ കാര്യങ്ങൾ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കാണ് ഈ വീഡിയോ ഉപകാരപ്രദമാവുക തുടങ്ങിയ കാര്യങ്ങൾ ഈ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈസി ആയിട്ട് അൽഗോരിതത്തിന് അതിന്ന വിഭാഗത്തിലേക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള വീഡിയോ ആണെന്ന് മനസ്സിലാവുകയും അതിലേക്ക് പെട്ടെന്ന് തന്നെ സജസ്റ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും വീഡിയോസിൻ്റെ ടൈറ്റിൽ കൊടുക്കുമ്പോൾ അത് ഇംഗ്ലീഷിൽ തന്നെ കൊടുക്കാൻ ശ്രമിക്കും. ഇനി ഇംഗ്ലീഷിൽ അതിനെക്കുറിച്ച് അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിക്കാം. ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ നിങ്ങൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുത്ത അല്ലെങ്കിൽ മലയാളത്തിൽ വോയിസ് ഓവർ ചെയ്ത് കൊടുത്ത കാര്യങ്ങൾ വോയിസിലൂടെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ടെക്സ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയും ആ മലയാളം ടെക്സ്റ്റ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഗൂഗിൾ തന്നെ തരികയും അത് കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനും അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോയുടെ ടൈറ്റിലും ഇംഗ്ലീഷ് ഭാഷയിൽ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. പിന്നീട് നമ്മൾ കൊടുക്കേണ്ട കാര്യം ടാഗ്സ് ആണ്. ടാഗ്സ് നിങ്ങളുടെ വീഡിയോക്ക് ഏറ്റവും അനുയോജ്യമായ ടാഗാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ആ ടാഗ് കൊടുത്തില്ലെങ്കിൽ പോലും വീഡിയോ ഉദ്ദേശിക്കുന്ന ഫലം ഉദ്ദേശിക്കുന്ന ആളുകളിലേക്ക് എത്താൻ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനാണ് കൂടുതൽ സഹായിക്കുക. അതുപോലെ തന്നെ ഹാഷ്ടാഗും നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. കാരണം നിങ്ങൾ കൊടുക്കുന്ന ഹാഷ്ടാഗിനുള്ളിൽ മാത്രമേ നിങ്ങളുടെ വീഡിയോ വരാവൂ എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. കൂടുതൽ ഓഡിയൻസിലേക്ക് അത് എത്തപ്പെടാൻ ഹാഷ്ടാഗ് ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷനാണ് മർമ്മപ്രധാനം. ഡിസ്ക്രിപ്ഷൻ മർമ്മപ്രധാനമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഡിസ്ക്രിപ്ഷൻ വളരെ മനോഹരമായി എഴുതണം. അതുപോലെ തന്നെ വീഡിയോയുടെ ടൈറ്റിൽ മനോഹരമായിരിക്കണം. ഇനി യൂട്യൂബിൻ്റെ തംബ്നെയിൽ നിങ്ങൾ ഏത് ഭാഷയിലാണോ വീഡിയോ ചെയ്തത് ആ ഭാഷയിൽ തന്നെ നിങ്ങൾക്ക് തംബ്നെയിൽ തയ്യാറാക്കി വെക്കാം. ആ തംബ്നെയിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു തംബ്നെയിലായിരിക്കണം. ആ തംബ്നെയിൽ കണ്ടുകൊണ്ട് ആളുകൾക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റണം അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യാൻ തോന്നണം. അത്തരത്തിലുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു തംബ്നെയിലാണ് വെക്കേണ്ടത്. അത് നിങ്ങളുടെ വീഡിയോയിലേക്കുള്ള ഒരു വാതിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് വളരെ മനോഹരമായിട്ട് തയ്യാറാക്കി വെക്കുക. അപ്പോൾ തംബ്നെയിൽ മോശമാണെങ്കിലും നിങ്ങളുടെ വീഡിയോ വേണ്ടത്ര റീച്ചിലെത്തുകയില്ല. അപ്പോൾ തംബ്നെയിൽ നന്നാക്കിയാൽ വീഡിയോയിൽ കൂടുതൽ ആളുകൾ അട്രാക്റ്റ് ആവും. അതുപോലെ തന്നെ സെർച്ചിലേക്ക് വരാൻ നിങ്ങളുടെ ടൈറ്റിൽ നിങ്ങൾ മനോഹരമായി ഇംഗ്ലീഷിൽ തയ്യാറാക്കുകയാണെങ്കിൽ സഹായിക്കും. അതുപോലെ തന്നെ കൂടുതൽ ആളുകളിലേക്ക് സജസ്റ്റ് ചെയ്യപ്പെടാൻ നിങ്ങളുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ വളരെ മനോഹരമായി ഇംഗ്ലീഷിൽ തന്നെ തയ്യാറാക്കാൻ ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ വളരെ പെട്ടെന്ന് ഗ്രോ ആവുന്നത് കാണാം.
ഇതൊക്കെ പരീക്ഷിച്ച് വിജയിച്ച കാര്യങ്ങളാണ്. മറ്റു പലരും ഇത് പരീക്ഷിച്ച് വിജയിച്ചതാണ്. ആയതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ചാനലിലും ഉൾപ്പെടുത്തുക. തീർച്ചയായും വിജയം വരുന്നത് വരെ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ.